വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് പോകുന്നത് അരുവിക്കരയാണ് കേട്ടോ. അരുവിക്കര ഡാമും അതുപോലെ അവിടെ ക്ഷേത്രമൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്. നമ്മളിപ്പോൾ കന്യാകുളങ്ങര എത്തിയിട്ടുണ്ട്. കന്യാകുളങ്ങരയിൽ നിന്ന് ഇനി നമ്മൾ നെടുമങ്ങാട് വഴിയാണ് പോകാൻ പോകുന്നത്. ഇത് മീൻകടവിലേക്ക് പോകുന്ന ഒരു വഴിയാണ് കേട്ടോ. അപ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് മത്സ്യങ്ങളെ ഉപദ്രവിക്കാൻ പാടില്ലെന്ന്. താഴേക്ക് പോകുമ്പോഴേക്കും അവിടെ മീനിന് ഭക്ഷണം കൊടുക്കുന്ന ഒരു സ്ഥലമാണ്. അത്രയധികം മീനുകളും ഇവിടെ ഉണ്ട്. ക്ഷേത്രത്തിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു സ്റ്റെപ്പ് ഉള്ളത്. അവിടേക്ക് താഴേക്ക് പോവാം നമുക്ക്. അമ്മ എത്ര വർഷമായിട്ട് ഇവിടെ ഉള്ളത്? ഞാൻ 10-32 വർഷമായി ഇവിടെ വന്നിട്ട്. ഇവിടെ അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരുമോ? ക്ഷേത്രത്തിന്റെ എന്താണ് ഇവിടുത്തെ പ്രധാനമായിട്ട് ചെയ്യുന്ന ചടങ്ങുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ. ഈ അരുവിപ്പുറത്ത് വന്നാൽ അരി ഇടണമെന്ന മത്സ്യങ്ങളെ കൂട്ടുക എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. അരിക്കരയിൽ നമ്മൾ എവിടെ നിന്ന് വന്നാലും തോന്നും നമുക്ക് അരിക്കര മീനിന് അരി ഇടുന്നു. അന്ന് ഇവിടെ വന്നാൽ 20 രൂപ ഒരു പൊതി അരി. അതിന് പൂവും കൂടെ ഉണ്ട്. അതിന് വാങ്ങിച്ചോണ്ട് വന്ന് തലയ്ക്ക് ചുറ്റി അരി വെള്ളത്തിയിടും. അതാണ് അരിക്കത്തെ പ്രധാനം. അത് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? നമുക്ക് എന്തിനു വേണ്ടി നമുക്ക് മനസ്സിന് നമ്മള് വീട്ടിൽ ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് അത് ചെയ്തിട്ട് നമ്മള് വീട്ടിൽ ചെന്ന് കാണുമ്പോൾ നമ്മളെ വീട്ടിൽ നല്ല ഐശ്വര്യമുണ്ട്. അങ്ങനെ നമുക്കൊരു പ്രയാസം ഉണ്ടാവില്ല. അങ്ങനെയാണ് അരീക്കര വന്ന അരീക്കത്തെ. അതാണ് വിശ്വാസം. അതാണ് വിശ്വാസം. ഇപ്പൊ നമ്മൾ ഈ കാണുന്നതെന്ന് പറയുന്നത് വെള്ളം നല്ല കലങ്ങി വരുന്ന ആണ് കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ അവിടെ മണൽ എടുക്കുന്നുണ്ട്. അത് കാരണം ആണ് ഈ വെള്ളം ഇങ്ങനെ കലങ്ങി വരുന്നതെന്ന് അവിടെ ഈ ഒരു അമ്മ പറഞ്ഞത് കേട്ടോ. ഇവിടെ ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ ക്ഷേത്രം ഓപ്പൺ ആവും. ഞങ്ങളിപ്പോൾ ഒരു 3 മണിയൊക്കെ ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ക്ഷേത്രവും ഇതിൻ്റെ പരിസരമൊക്കെ കാണാനായിട്ട് നല്ല രസമാണ്. അത് പ്രാവുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്നവരൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ അരിയൊക്കെ ഇട്ട് കൊടുക്കും. അരിയും അത് ഈ മീൻ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ അന്വേഷിച്ച് വന്നതാവും ഈ പ്രാവ്. അതുപോലെ തന്നെ ഇവിടെ ധാരാളം മീനുണ്ട്. ഈ മീൻ നമുക്ക് കാണാൻ പറ്റാത്തതെന്ന് പറഞ്ഞാൽ ഈ വെള്ളം ഇങ്ങനെ കലങ്ങി വരുന്നതുകൊണ്ടാണ് കാണാൻ പറ്റാത്തത്. അല്ലെങ്കിൽ നല്ല ഭംഗിയായിട്ട് തന്നെ ആ മീനുകൾ ഇങ്ങനെ വരുന്നത് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ഈ പൊരിയൊക്കെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് അതിങ്ങനെ അടുത്തേക്ക് വരുമായിരുന്നു. ഒരു പട്ടി വന്ന് വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട് കേട്ടോ. അത് കുളിച്ചിട്ടൊക്കെ പോവുകയാണ്. ഇവിടെ ഇരിക്കുമ്പോൾ ഈ വെള്ളത്തിൻ്റെ ഒരു ശബ്ദവും അതുപോലെ ഇവിടുത്തെ ഒരു ചുറ്റുപാടും ഒക്കെ നമ്മളെ കുറച്ച് ഹാപ്പി ആക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. കാരണം നല്ല പച്ചപ്പും അതുപോലെ തന്നെ ഈ വെള്ളത്തിൻ്റെ ശബ്ദവും ഒക്കെ കൂടി ചേരുമ്പോൾ നല്ല ഒരു രസമാണ് അത് ആസ്വദിക്കാൻ വേണ്ടിയിട്ട്. വൈകുന്നേരമൊക്കെ ആണെങ്കിൽ പിന്നെ പറയാൻ വേണ്ട. നമ്മളിപ്പോൾ വന്ന സമയത്ത് വലിയ വെയിലൊന്നുമില്ല. അത് കാരണം തന്നെ ഞങ്ങൾക്കും അത് ആസ്വദിക്കാൻ പറ്റുന്നു. ചിക്കു ഒരു 2 വർഷം മുന്നേ ഇവിടെ ഡാൻസ് കളിച്ച ഓർമ്മയുണ്ട? ഈ സ്ഥലത്താണ് ഡാൻസ് കളിച്ച ഒരു വീഡിയോ ഞാൻ ഫോട്ടോ കൊടുക്കാം കേട്ടോ താഴെ. അതുപോലെ തന്നെ ഇവിടെ ഒത്തിരി സിനിമ ലൊക്കേഷനും കൂടെ ആയിട്ടുണ്ട് കേട്ടോ. കാരണം ഒത്തിരി സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇത് വഴി എന്ന് പറയുന്നത് നമ്മൾ ബലിമണ്ഡപത്തിലേക്ക് പോകുന്ന വഴിയാണ് ക്ഷേത്രത്തിൻ്റെ. അതായത് കർക്കിടക ബലി ഇടുന്ന ഒരു മണ്ഡപമുണ്ട്. അതിലേക്ക് പോകുന്ന ഒരു വഴിയാണ് കേട്ടോ. ഇവിടെ ഇങ്ങോട്ട് കയറുമ്പോൾ നല്ല തണുപ്പാണ്. അതുപോലെ തന്നെ 2 സൈഡും പാറയാണ് കേട്ടോ. അത് ആ പാറയിൽ ഇങ്ങനെ ഈ മരങ്ങളുടെ വേരിങ്ങനെ കാണുന്നത് ഭയങ്കര രസമാണ് കേട്ടോ. കുറേയൊക്കെ പോകുമ്പോൾ നമുക്ക് പേടിയാവും കേട്ടോ. കൊള്ളാം, കാണാനും കൊള്ളാം. എന്നും ഇതുവഴി പോകുമ്പോഴേ നമ്മളെന്തോ വേറെ ഏതോ ഒരു സ്ഥലത്തൂടെ പോകുന്ന ഒരു ഫീലാണ് കേട്ടോ. നല്ല തണുപ്പുമാണ്. അതുപോലെ ഊറ്റുണ്ട്. ഈ ഇങ്ങനെ പാറക്കെട്ടുകളുടെ ഇടയിൽ നിന്ന് ഇങ്ങനെ വെള്ളം ചെറുതായിട്ട് വീഴുന്നുണ്ട് കേട്ടോ. നേരത്തെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ഞാൻ ഈ ഉള്ളിലോട്ട് വന്നിട്ടില്ല കേട്ടോ. ഇതൊരു പ്രത്യേക ഫീലാണ്. ഇതിൻ്റെ ഉള്ളിലൂടെ വരുമ്പോൾ കൊള്ളാം. ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരു വഴി കൂടെ പോയി ഉള്ള എക്സ്പീരിയൻസ് ഇല്ല കേട്ടോ എനിക്ക്. അപ്പോൾ നമുക്ക് മുന്നിലേക്ക് പോയി നോക്കാം. ഞങ്ങൾ കുറച്ച് പേരുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഈ ധൈര്യത്തിൽ പോകുന്നത്. അല്ലെങ്കിൽ പേടിയായിരിക്കും. ഇത് ഇവിടെ നോക്കണേ, ഒരു മരം വട്ടയിലയുടെ മരമാണ് കേട്ടോ. അത് അവിടെ നിന്ന് മറിഞ്ഞിട്ട് ഇങ്ങോട്ട് കിടക്കുവാണ് കേട്ടോ. അത് വീണിട്ടൊന്നുമില്ല. നിൽക്കുന്ന കണ്ടോ ഇപ്പോൾ വീഴുമെന്ന് തോന്നും. പക്ഷെ അത് എത്രയോ നാളായിട്ട് അങ്ങനെ കിടക്കുന്നതാണെന്ന് തോന്നുന്നു കേട്ടോ. വേറെ കുഴപ്പമൊന്നും. ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് കുറച്ച് ഇങ്ങനെ ലൈറ്റൊക്കെ ഉണ്ട് കേട്ടോ. കുറേ ആദ്യം വരുന്ന കുറച്ച് സ്ഥലത്താണ് വലിയ ലൈറ്റൊന്നുമില്ല. അപ്പം നമുക്കൊരു വനത്തിൻ്റെയൊക്കെ ഒരു ഫീല് വരും കേട്ടോ. ഇങ്ങോട്ട് വരുമ്പോൾ വലിയ കുഴപ്പമില്ല. നമ്മുടെ ട്രിവാൻഡ്രം സിറ്റിക്കകത്തേക്കുള്ള പ്രധാനപ്പെട്ട ജലസ്രോതസ്സുള്ളത് ഇവിടെയാണ് കേട്ടോ. ഇവിടെ നിന്നാണ് എല്ലാ സ്ഥലത്തേക്കും വെള്ളം എത്തിക്കുന്നത്. ആ ഒരു സ്പെഷ്യാലിറ്റി കൂടി അരുവിക്കരയ്ക്കുണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ നടന്ന് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ആ വന്ന വഴിയെ നടന്ന് ഇവിടെ വന്നിരിക്കുവാണ്. ഇതിൻ്റെ പുറകിൽ കാണുന്നത് ബലിമണ്ഡപമാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ ബലിമണ്ഡപത്തിൻ്റെ ഇവിടെ ഈ സ്റ്റെപ്പിലിരുന്ന് ഇങ്ങനെ ദൂരേക്ക് നോക്കുമ്പോൾ അവിടെ ചെറിയ ഒരു വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട്. നല്ല ഫോഴ്സിലാണ് ആ വെള്ളം വരുന്നത്. പക്ഷെ അവിടെ മരങ്ങളും പച്ചപ്പും ഒക്കെ ആയിട്ട് നിറഞ്ഞു നിന്നിട്ട് അത് നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റത്തില്ല. ഇത് നമ്മുടെ ബലിമണ്ഡപത്തിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് കേട്ടോ. നല്ല പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ്. കുറച്ച് മഴയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇച്ചിരി വേനലായത് കാരണം തന്നെ വെള്ളവും കുറവാണ്. അതുപോലെ പച്ചപ്പൊക്കെ ഇച്ചിരി കുറവാണ് കേട്ടോ. പക്ഷെ ദൂരെ കാണാം കേട്ടോ. ഇങ്ങനെ അവിടെ നിന്നൊരു വെള്ളം ഇങ്ങനെ ഒഴുകി വരുവാണ്. അത് നല്ല ഫോഴ്സിലാണ് വരുന്നത് കേട്ടോ മുകളിൽ നിന്ന്.
അത് നമുക്ക് അവിടെ പോകാനും പറ്റും. തിരുവനന്തപുരം ജില്ലയിലെ ഒരു പ്രധാന ഭാഗം കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ പുഴയെ സ്നേഹിക്കുന്നവർക്കും പച്ചപ്പും പ്രകൃതിയൊക്കെ ആസ്വദിക്കുന്നവർക്ക് വരാൻ പറ്റുന്ന ഒരു നല്ല ഒരു സ്പോട്ട് കൂടിയാണ് ഇത്. അതുപോലെ ഞാൻ വേറൊരു കാഴ്ച കാണിച്ചു തരാം കേട്ടോ. അതേ അവിടെ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ, ഇവർക്ക് ഇവിടെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതാണ് കേട്ടോ. എത്ര പഠിച്ചിട്ടും ശരിയാവുന്നില്ല കേട്ടോ. അതേ അവരിങ്ങനെ എന്ത് ചെയ്യണം, ഏത് പാട്ടാണെന്ന് എനിക്ക് തോന്നുന്നു പുലരിക്കിണ്ണമാണെന്ന് തോന്നുന്നു കളിച്ച് നോക്കുന്നത്, ഏതാണെന്ന് അറിയില്ല കേട്ടോ. അവരറിയുന്നില്ലേ ഇതൊന്നും. ഇവിടെ ഈ വെള്ളം വന്ന് വീഴുന്ന ഒച്ചയുണ്ടല്ലോ, അതൊരു പ്രത്യേക ഫീലാണ്. അതിങ്ങനെ കേൾക്കുമ്പോഴേ നമ്മൾ സ്ഥിരമൊന്നും കേൾക്കുന്നില്ലല്ലോ. പക്ഷെ ഇവിടെ വന്നത് കേട്ടപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. അതിങ്ങനെ കേട്ട് കുറേ നേരം ഇരിക്കാൻ തോന്നുന്നുണ്ട്. നമ്മൾ വന്ന സ്ഥലത്തൂടെ അല്ലാണ്ട് ഇറങ്ങി വരാൻ കേട്ടോ. ക്ഷേത്രം ഓപ്പൺ ആണെങ്കിൽ ക്ഷേത്രത്തിന്റെ സൈഡിൽ കൂടെ ഇങ്ങനെ സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ. അത് ഇപ്പം മഴയില്ലാത്തത് കാരണം, വെള്ളം കുറവായത് കാരണം നമുക്ക് അതുവഴി വരാൻ പറ്റും. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്ന സമയത്ത് അവിടെ നല്ല മഴ പെയ്യുന്ന സമയമായിരുന്നു. അത് കാരണം തന്നെ ഇവിടെയൊക്കെ വെള്ളമായിരുന്നു. അത് കാരണം അവിടെ ക്ലോസ് ചെയ്തിരിക്കുകയായിരുന്നു, അതുവഴി വരാൻ പറ്റത്തില്ലായിരുന്നു. ഇപ്പം അതുവഴി വരാൻ പറ്റും കേട്ടോ. അപ്പോൾ ഭയങ്കര രസമുള്ളൊരു കാഴ്ചയാണ്, കാണാനും കൊള്ളാം. അതുപോലെ ആ ശബ്ദമൊക്കെ ഒന്ന് ആസ്വദിച്ച സൂപ്പർ കേട്ടോ. നമ്മൾ അവിടെ നിന്ന് ദൂരെ നിന്ന് കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ പച്ചപ്പും മരങ്ങളും ഒക്കെ ആയിട്ട് ആ വാട്ടർഫോൾസ് കാണാൻ പറ്റുന്നത്. ഇത് കണ്ടോ, ഇതിങ്ങനെ വരുന്നത് ഇവിടെ നിന്ന് നന്നായിട്ട് കാണാൻ കേട്ടോ. ഇത് ക്ഷേത്രത്തിന് തൊട്ടടുത്ത് തന്നെയാണ്. അത് ഇതേ വരുന്നത് നോക്കൂ, എന്ത് സ്പീഡിലാണെന്ന് നോക്കൂ അത് വരുന്നത്. അതിങ്ങനെ എന്താ അത് കാണുമ്പോൾ എനിക്കത് എന്തെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഭയങ്കര രസമുണ്ട് വരുന്നത് കാണാനായിട്ട്. ഇതിപ്പോൾ ഞാൻ വേനൽക്കാലം ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇത്രയും അടുത്തൊക്കെ വന്നത്. മഴക്കാലമാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ. അതുപോലെ തന്നെ പാറയാണ്, തെന്നും, അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം വരാനായിട്ട്. പക്ഷേ ഇപ്പോഴും വേനലായത് കാരണം തന്നെ വലിയ കുഴപ്പമില്ല. അതുകൊണ്ടാണ് ഞാനിവിടെ ഇത് ഇത്രയും തന്നെ ഇറങ്ങി വന്നത് കേട്ടോ. ഞാൻ ദേ തൊട്ടടുത്ത് വന്നിരിക്കുവാണ് കേട്ടോ. ദാ വരുന്നത് കണ്ടോ, വെള്ളം ഇങ്ങനെയാണ് ഒഴുകി വരുന്നത്. ആ ഒച്ച ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ടോ എന്നറിയില്ല, നല്ല ഒച്ചയിലാണ് ഈ വെള്ളം ഇങ്ങനെ വരുന്നത്. ക്ഷേത്രത്തിൻ്റെ ഒരു സൈഡിലായിട്ട് കുട്ടികൾക്ക് വേണ്ടി പാർക്കൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് ശിഖയൊക്കെ കൊണ്ട് അങ്ങോട്ട് പോകാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിലൂടെ കാണുന്നത് വരെ ബൈ.